DGP ഈയിടെ ഒരു ഡിസ്കഷനിൽ പറഞ്ഞത് ഞാൻ കേട്ടു, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണ്ടകളില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത്. പണം ഉണ്ടാക്കാനായി എന്ത് ചെയ്യണമെന്ന് കൊച്ചിലെ കുട്ടികൾ ചിന്തിക്കുന്ന മാർഗത്തിലേക്ക് പോവുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നയമാണ്, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് പാർട്ടിയുടെ ആളാണ് ചെയ്യുന്നതെങ്കിൽ ശരിയാണ്. കഴിഞ്ഞൊരു 15 വർഷമായിട്ട് കേരളത്തിൽ വലിയ തോതിൽ സാമൂഹികമായും പാരിസ്ഥിതികമായും ദോഷം വരുന്ന നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഊറ്റം കൊള്ളുന്ന കേരള മോഡലുണ്ട്. എവിടെയും നമ്മൾ തല ഉയർത്തിപ്പിടിച്ചതെന്ന് പറയും കേരളം നമ്പർ 1 ആണ് എന്ന്. ഈ കേരള മോഡൽ ലോകം തന്നെ പകർത്തുന്നു എന്ന് ഭരണാധികാരികൾ പോലും അക്കാര്യം ആവർത്തിച്ച് ചക്കമിട്ട് നിരത്തി നേട്ടങ്ങളുടെ കണക്കുകൾ പുറത്തേക്ക് വെക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും വായിക്കുന്നതുമായ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളിലേക്കാണ് ടോക്കിംഗ് പോയിന്റ് ഇന്ന് പോകുന്നത്. കൊച്ചു കുട്ടികൾ പോലും കൊട്ടേഷൻ കൊടുത്ത് സ്വന്തം അപ്പൂപ്പന്മാരെയും അതിനോടൊപ്പം തന്നെ അടുത്ത ബന്ധുക്കളെയും വകവരുത്തുന്ന വാർത്ത. സ്വന്തം പിതാവിനെതിരെ മകൾ തെറ്റായ കേസ് കൊടുത്ത് ആ പാവത്തിനെ കൊടുക്കുന്ന വാർത്ത. കള്ള പോക്സോ കേസുകളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇത് മറ്റൊരു വിധത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിലുള്ള കേസ് നടത്തിപ്പിനെ പോലും ബാധിക്കുന്നു. യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കുന്നതിന് കാരണമാകുന്നു. യഥാർത്ഥ ഇരകളെ ലോകം സംശയത്തോടെ നോക്കുന്നതിന് കാരണമാകുന്നു. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ. ലഹരിക്ക് അടിമയായ കുട്ടികൾ ചെയ്യുന്ന വളരെ ഏറെ ആശങ്ക നൽകുന്ന പ്രവൃത്തികളും പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വാളെടുക്കുന്ന കേരളം എങ്ങോട്ട്? എന്ത് മാറ്റമാണ് അടുത്തിടെയായി കേരളത്തിൽ സംഭവിച്ചത്? ആരാണ് കാരണക്കാരൻ? പരിഹാരം എവിടെ? നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, അടുത്തിടെയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെക്കുറിച്ച് പലരും സ്വകാര്യ സംഭാഷണത്തിൽ പോലും അതൊക്കെ തന്നെ പരാമർശിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെ? മുതിർന്നവരൊക്കെ കേരളമെമ്പാടും സംസാരിക്കുന്നതാണ്. അതെ, കേരളമെമ്പാടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യുവതലമുറ, അത് സ്കൂൾ കുട്ടികളാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ബാല്യവും കൗമാരവും യുവത്വവും, ഈ 3 സെഗ്മെന്റിലേക്കൊക്കെ തന്നെ നോക്കുമ്പോൾ കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആത്മഹത്യകളും പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കാരണമെന്നാണ് അങ്ങയുടെ നിരീക്ഷണം? കുട്ടികളുടേതെന്നല്ല, മുതിർന്നവരുടേതും പോലും 3 ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് അവരുടെ ജീവിതം നിലനിൽക്കുന്നത്. ഓക്കെ. ഒന്ന് കുടുംബം, രണ്ടാമത്തേത് സമൂഹം, മൂന്നാമത്തേത് രാഷ്ട്രം. ഓക്കെ. ഇത് 3ഉം ഒരുപോലെ അവനിൽ സ്വാധീനം ചെലുത്തും, പ്രത്യേകിച്ച് കുട്ടികളിൽ വളരെയധികം. ഇപ്പൊ കുടുംബത്തിലെ അന്തരീക്ഷം അത് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ഒരു കുട്ടിക്ക് വരാവുന്ന ദോഷം വളരെ വലുതാണ്. ഇത് കുട്ടിക്ക് മാത്രമല്ല, അമ്മയ്ക്കും അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ സംഭവിക്കാം. കുടുംബം ശിഥിലമായാൽ പിന്നെ അവിടെ ജീവിതം അസാധ്യം. അത് കുട്ടികൾക്കാകുമ്പോൾ ഒരിക്കലും പിന്നെ അതിൽ നിന്ന് അവർക്ക് മുക്തി കിട്ടാത്ത വിധത്തിൽ അവർ വേറെ വഴികൾ തേടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കുട്ടികളിൽ ഒരു ജിജ്ഞാസയുണ്ടല്ലോ, ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം. അപ്പം അതിനവർ പുതിയ വഴികൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒത്തിരി വഴികളും ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ ഘടകമാണ് സമൂഹം. സമൂഹത്തിനൊരു ചട്ടക്കൂട് വേണം. ആ ചട്ടക്കൂട് കേരളത്തിൽ പൊളിഞ്ഞ് പാളീസായി പോയി എന്നുള്ളതാണ് സത്യം. കറക്റ്റ്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു 10-40 വർഷം മുൻപ് ഉള്ള സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹം തന്നെ രക്ഷാകർത്താക്കളെ ആക്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും. തൊട്ട് അയൽവക്കത്തെ ഒരു കുട്ടി വഴിതെറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ അയൽവക്കത്തെ മുതിർന്ന ആൾ തിരുത്താൻ ഉണ്ടാകും. കാണാൻ പാടില്ല. ജംഗ്ഷനിൽ ഒരു അക്രമം നടന്നാൽ ജംഗ്ഷനിൽ നിൽക്കുന്ന 4 പേര് ഒന്നുകിൽ പറഞ്ഞു വിലക്കും, അല്ലെങ്കിൽ കാരണം കുട്ടിക്ക് 2 എണ്ണം കൊടുക്കും. അപ്പോഴേ ആ പ്രശ്നം അവിടെ തീരുകയാണ്. ഇന്ന് നോക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചേരി തിരിഞ്ഞെന്നുള്ള തല്ലുകൂടൽ നമുക്ക് പലപ്പോഴും കാണുമ്പോൾ വളരെ ആശങ്ക തോന്നുന്ന തരത്തിലുള്ള വളരെ മൃഗീയമായ നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് പിരിയുമ്പം ഓട്ടോഗ്രാഫ് എഴുതി നിന്റെ ഹൃദയത്തിൽ ഞാനും എൻ്റെ ഹൃദയത്തിൽ നീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ നമ്മൾ എഴുതി കൊടുക്കുക പതിവുണ്ട്. ഇപ്പോൾ തിരിച്ചാണ്. അവൻ്റെ കൂമ്പിനിട്ട് ഇവൻ ഇടിച്ചു കൊടുക്കുന്നു, ഇവൻ്റെ കൂമ്പിനിട്ട് അവൻ ഇടിക്കുന്നു. പരസ്പരം ഇടികൂടുന്ന നിരവധി ഈ വെക്കേഷനിലേക്ക് പോകുന്ന കുട്ടികളുടെ രീതി നമ്മൾ കാണുകയാണ്. അവർ ഷർട്ട് വലിച്ചു കയറുന്നു, തലക്കിട്ടടിക്കുന്നു, ബാഗ് എടുത്ത് പുറകിൽ നിന്ന് തലയ്ക്ക് അടിച്ചു കൊടുക്കുന്നു, ചിലർക്ക് മരണം വരെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ടും നമ്മുടെ സമൂഹം അനങ്ങുന്നില്ല എന്നുള്ളതാണ്. വിദ്യാർത്ഥി സമൂഹം അനങ്ങുന്നില്ല, രക്ഷകർത്തൃ സമൂഹം അനങ്ങുന്നില്ല, അധ്യാപക സമൂഹം അനങ്ങുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ ഡീപ്പായിട്ട് പോയി പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. അതിൻ്റെ മൂന്നാമത്തെ സാധനമാണ് രാഷ്ട്രത്തിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുള്ള എന്തെങ്കിലും വേണം. അപ്പം ജൻസികളുടെ പ്രക്ഷോഭത്തിന് ഒരു കാരണം അതാണ്.
അവർക്ക് യാതൊരു പ്രത്യാശയ്ക്ക് വകയില്ലാത്ത വിധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അസമത്വങ്ങൾ പലത് നിൽക്കുന്നു. കുട്ടികൾ പറയുന്നത് നീറ്റ് പരീക്ഷ എഴുതുന്നു. നീറ്റ് പരീക്ഷ നീറ്റായി നടത്തിയാൽ പോലും ആ ലിസ്റ്റിലെ 50% പിള്ളേർക്ക് ഈ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നുള്ളൂ. മറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് 1 കോടി 2 കോടി 3 കോടി കൊടുത്താണ് ഡോക്ടറാകുന്നത്. അപ്പം അവൻ പണം ഉണ്ടെങ്കിലേ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂ എന്നുള്ള ചിന്ത കൊച്ചിലെ അവന് വരികയാണ്. ആവശ്യത്തിന് സീറ്റില്ല, അവർക്ക് പരീക്ഷ എഴുതി സീറ്റില്ല. പാസ്സാവുന്നവർക്ക് ആവശ്യത്തിനുള്ള സീറ്റില്ല. അതിനേക്കാൾ ഉപരിയാണ് ഞാൻ പറയുന്നത്, സീറ്റ് ഇപ്പോൾ 200 ആയിക്കോട്ടെ, 200 സീറ്റിലും 200 പേർക്ക് ആ ഒരു അവൻ്റെ മെറിറ്റ് അതിനടിസ്ഥാനത്തിൽ ഒരു ലിസ്റ്റ് വരണ്ടേ? ആ ലിസ്റ്റ് ഉണ്ടാകുന്നില്ല. അതിന് പകരം 50% ക്യാപിറ്റേഷൻ ഫീ, 50% മെറിറ്റ്. അപ്പം അവൻ നോക്കുമ്പം പണമുണ്ടെങ്കിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം പണം ഉണ്ടാക്കാനായി എന്ത് ചെയ്യണമെന്ന് കൊച്ചിലെ കുട്ടികൾ ചിന്തിക്കുന്ന മാർഗത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ഈ കോച്ചിങ് ക്ലാസ്സുകൾ നടത്തുന്ന കുറേയേറെ ആളുകൾ കുറുക്ക് വഴികൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. അതെ, അത് കാശുണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇവിടെ 200 ചോദ്യം പഠിപ്പിക്കും. ഈ 200 ചോദ്യത്തിൽ നിന്ന് 100 എണ്ണം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്കിൽ എത്തുകയും ചെയ്യാം അത് നേരെ പഠിച്ചാൽ. അപ്പോൾ 200 ചോദ്യം പഠിച്ചാൽ മതി. മറ്റുള്ള പോലെ പുസ്തകം മുഴുവൻ കാണാതെ പഠിച്ച് അല്ലെങ്കിൽ തലകുത്തി മറിഞ്ഞ് പോകേണ്ട കാര്യമില്ല. ഞങ്ങളുടെ അവിടെ ഇങ്ങനത്തെ സാധനമുണ്ട്. ഇതാണ് നീറ്റ് പരീക്ഷയിലെ അപാകതയ്ക്ക് ഒരു കാരണം. പലയിടത്തും ഇത്തരത്തിലുള്ള കുറുക്ക് വഴികൾ പലരും കണ്ടെത്തി അതിൽ നിന്ന് കൊള്ളപ്പണം ഈടാക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി. അവിടെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. ഇതിൽ എന്താണ് യഥാർത്ഥ പ്രശ്നം? യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ: കുടുംബവും സമൂഹവും പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ പലരും മനഃശാസ്ത്രജ്ഞരും ഒക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒരുപാട് പ്രാവശ്യം ചർവിതകർമ്മണം നടത്തി തീർത്തതാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രത്തിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. സമൂഹവും രാഷ്ട്രവും എന്തൊക്കെയാണ് കുട്ടികൾ കണ്ടു വളരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു, അല്ലേ? കാര്യമാണ്. കാരണം ഇന്ന് അച്ഛനും അമ്മയും വളർത്തുന്നതിനേക്കാൾ കൂടുതൽ സമയം കുട്ടികൾ ഇപ്പോൾ 3 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ LKG കൊണ്ട് ചേർക്കുകയാണ്, അല്ലെങ്കിൽ ഡേ കെയറിൽ കൊണ്ട് ചേർക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നിയമത്തിന്റെ ഒരു കർക്കശമായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും അത് പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞ് വേറൊരു വിധത്തിൽ മാറ്റി. മനസ്സിലായില്ലേ? എന്നിട്ട് കൊച്ചായിരിക്കുമ്പോൾ തന്നെ അവിടെ കൊണ്ടാക്കണം. അപ്പം അച്ഛനും അത് സാഹചര്യങ്ങളാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഈ കൂട്ടുകുടുംബ രീതിയിൽ നിന്നും നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് പോയപ്പോൾ പല മനഃശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു വിഷയത്തിലേക്കാണ്. കൂട്ടുകുടുംബത്തിലാണ് എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ പ്ലേ സ്കൂളിലാക്കേണ്ട കാര്യമില്ല, വീട്ടിൽ ആരെങ്കിലും നോക്കാനുണ്ടാവും. അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ തന്നെയും ആരെങ്കിലും ഇതിനെ വളർത്താൻ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ നോക്കാനുണ്ടാകും. പക്ഷേ ഇപ്പോൾ അതില്ല. പക്ഷെ അതിലേക്ക് നമുക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എന്നാലും മാതാപിതാക്കളുടെ ചില നിയന്ത്രണങ്ങൾ കുട്ടികളിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതാണ് ഇന്നത്തെ ലോകം. അതിനാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ശിശുക്ഷേമ സമിതി മുതൽ ഏത് കമ്മീഷനുകൾ നമ്മൾ എടുത്താലും കുട്ടികളെ കയറൂരി വിടണമെന്നാണ് പലരും പഠിപ്പിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഈ ശിശുക്ഷേമ സമിതിയിൽ വരുന്ന രാഷ്ട്രീയക്കാരനാണ്. ശിശുവിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ളത് ശിശുവിനെ കുറിച്ച് അറിയാവുന്ന മനോരോഗ വിദഗ്ധനും അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒന്നും അല്ല വരുന്നത്. അല്ലെങ്കിൽ അവരെ കൂടുതൽ കാലം പരിചരിച്ച് അങ്ങനെ വലിയ സ്കൂളിലൊക്കെ ഹെഡ് മാസ്റ്റേഴ്സോ ഹെഡ്മിസ്റ്റേഴ്സോ ഒക്കെ ആയിരുന്ന് നല്ല സേവനം നടത്തി വളരെ കണ്ടെത്തിയല്ല ഇരുന്നത്. ഇപ്പം SFIയിൽ നിന്ന് അല്ലെങ്കിൽ KSUവിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ കുറേ പേര് ശിശുക്ഷേമ സമിതി കയറും. നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അവർക്കൊക്കെ ഉള്ള പാരമ്പര്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ അക്രമവാസനകളിലൂടെ വളർന്നു വന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് അവർക്കുള്ളത്. യുവജന സമിതികളിലൊക്കെ വരുന്നതാണ്. ക്ഷേമ കമ്മീഷനുകളുണ്ട്. അതിലെല്ലാം വരുന്നത് ഈ രീതിയിലാണ്. ശിശുക്ഷേമ സമിതിയിൽ പോലും പലരും അങ്ങനെ വരുന്നവരുണ്ട്. അല്ല, ഇതെല്ലാം കാണുന്നത് കുട്ടികൾ നോക്കുമ്പോൾ ഓക്കെ, പരീക്ഷയുടെ കാര്യമാണെങ്കിൽ തന്നെ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സിദ്ധാന്തം ഇവർ പഠിച്ചത് മാത്രമാണ്. അപ്പോൾ കുട്ടികളെ അനിയന്ത്രിതമായി വിട്ടുകൊടുക്കണം, അവരെ അച്ഛൻ നിയന്ത്രിക്കരുത്, അമ്മ നിയന്ത്രിക്കരുത്, സർക്കാർ സ്കൂളിൽ ടീച്ചർ നിയന്ത്രിക്കരുത് എന്ന് പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. അതായത് ശിക്ഷിക്കാതെ അവരെ നിയന്ത്രിക്കുക മാത്രമല്ല, അവർ ഏതെങ്കിലും വിധത്തിൽ ശിക്ഷണ നടപടികൾക്ക് വിധേയമായാൽ അവരുടെ കസേര വെളിയിലിട്ട് കത്തിക്കുക, അവരെ പ്രതീകാത്മകമായിട്ട് അവരുടെ പ്രിൻസിപ്പളിൻ്റെ ശരി, അല്ലെങ്കിൽ ഇപ്പോൾ VCയുടെ കണ്ടില്ലേ, അപ്പോഴാണ് നമ്മുടെ ഗവർണർക്ക് ഇടപെടേണ്ടി വന്നത്, DGP വിളിച്ച് ചോദിക്കേണ്ടി വന്നത് ഇതെന്താണ് നടക്കുന്നത്, ഇതിനൊന്നും നടപടി എടുക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ കോളേജുകൾ അക്രമാസക്തമായി മാറിയിരിക്കും. ഞാൻ പലരോടും ചോദിക്കുമ്പം കുട്ടിയെ ഇവിടെ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. +2 വരെയൊക്കെ എങ്ങനെയും ഞാൻ കൊണ്ടുപോകും, അത് കഴിഞ്ഞാൽ ഇവിടെ വിട്ട് വേറെ എവിടെയെങ്കിലും. അതെ, ഇപ്പോൾ ഓരോ മാതാപിതാക്കളും പറയുന്നത് ഇതാണ്, ഇത്തരത്തിലുള്ള ക്യാമ്പസുകളിലേക്ക് നമ്മൾ എങ്ങനെ നമ്മുടെ മക്കളെ വിടും എന്നുള്ളതാണ്. ഈ പല കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാഗിങ്ങിന് വിധേയമായി
മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന കുട്ടികളുടെ കാര്യം. അതായത് കൊല ചെയ്യപ്പെടുകയാണ് കുട്ടികൾ, എന്നിട്ടും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നില്ല. ഒന്ന്. രണ്ട്, ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മാനേജ്മെൻറ്റുകളിലെ അംഗങ്ങൾ പോലും പലപ്പോഴും, അല്ലെങ്കിൽ അധ്യാപകരിൽ ചിലർ പോലും കുട്ടികളെ മാനസികമായി പീഡിപ്പിച്ച് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. മൂന്ന്, മാതാപിതാക്കളുടെ ഇടപെടൽ പലപ്പോഴും ശരിയാവുന്നില്ല, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ കുട്ടികൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവർ കാണുന്നതല്ല. സ്റ്റേറ്റിലേക്ക് പോവുകയും അവരുടെ ഉത്തരം എവിടെയെന്ന് അറിയാമോ? നമ്മുടെ മൊബൈലുകൾ അവർക്ക് കൊച്ചിലെ കയ്യിൽ കിട്ടുകയാണ്. ആ മൊബൈലിൽ ചില ആപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഉത്തരവും കൊടുക്കും. അതെ. ആ ആപ്പുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്പൂപ്പനെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടക്കേന്ന് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് വരികയാണ്. അപ്പുറത്തെ സ്ത്രീയെ അധിക്ഷേപിക്കേണ്ടത് എങ്ങനെയാണ്, ബലാത്സംഗം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എങ്ങനെ എനിക്ക് ക്രിമിനൽ നടപടി വരാതെ രക്ഷപ്പെടാൻ ചോദിക്കുമ്പോൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞ് സാധനം വരികയാണ്. ഇത് എന്തൊരു ഭീകരമായ ഭീകരാവസ്ഥയിലേക്കാണ് ഇതിന്റെ ഒരു എന്ന് വെച്ചാൽ നമുക്കൊരു 23 വയസ്സാകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഫ്രോണ്ടൽ കോർട്ടിസോണിന്റെ വളർച്ച എത്തുകയില്ലെന്ന്. അപ്പോഴേ നമുക്ക് ഈ ചിന്താശക്തി ശരിയാകുള്ളൂ. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പവർ ശരിയായിട്ട് വരുന്നത് ഒരു 23 വയസ്സാകുമ്പോഴാണ്. പക്ഷെ നമ്മൾ 3 വയസ്സാകുമ്പോഴേ കുട്ടിക്ക് മൊബൈൽ പ്രാപ്യമാക്കുകയാണ്. ഇതിപ്പോ യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളിലും ഇപ്പം അത് നിരോധിച്ചു കഴിഞ്ഞു. UAE-ൽ ഇപ്പം ഈ വർഷം മുതൽ അങ്ങനെ തുടങ്ങാൻ പോകുന്ന നിയന്ത്രണം ഉണ്ടാകുകയാണ്. കുട്ടികൾ മൊബൈൽ 15 വയസ്സ് വരെ മറ്റും ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. ഇതൊക്കെ വന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലും പ്രശ്നങ്ങൾ കൂടാൻ പോവുകയാണ്. അപ്പൊ കുട്ടികൾക്ക് കുടുംബത്തിലുണ്ടാകുന്ന അന്തഃഛിദ്രത്തിൽ നിന്ന് വഴിമാറി പോകാനായിട്ട് അവർ മൊബൈലിനെ ആശ്രയിക്കും. മൊബൈലിനോട് അവർ ചോദിക്കും. മൊബൈലിൽ ഏത് ആപ്പെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ എല്ലാവർക്കും അതൊരു ഉപകാരമായി മാറും. അതുകൊണ്ട് ഞാൻ ആപ്പിന്റെ കാര്യം പറയുന്നില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആപ്പുകളുണ്ട്. ആ ആപ്പുകൾ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ എന്തിനും ഉത്തരം കിട്ടുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ. അതൊന്ന്. 2, നമ്മൾ നോക്കുമ്പോൾ സമൂഹത്തെയൊക്കെ പണ്ട് പരിഷ്കരിച്ചിരുന്നതും നേരെ നടത്തിയിരുന്നതും യുവജന സംഘടനകളും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകളൊക്കെയാണ്, സാമൂഹിക പ്രവർത്തകർ, അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ, ഇവരൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മൂല്യച്യുതി സംഭവിച്ചു. നമ്മുടെ നാട്ടിലേക്ക് നോക്കാം. ഒരു DGP ഈയിടെ ഒരു ഡിസ്കഷനിൽ പറഞ്ഞ ഞാൻ കേട്ടു, ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണ്ടകളില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത്. അത് വളരെ സത്യമാണ്. അദ്ദേഹം പറഞ്ഞപ്പോൾ പലരും അന്തം വിട്ടുപോയി. അതൊരു DGP ഇങ്ങനെ പറയാമോ? DGPക്ക് പറയാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? DGP ആ സത്യം റിട്ടയർ ചെയ്തിട്ടെങ്കിലും പറയണ്ടേ? അദ്ദേഹം പറയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഗുണ്ടകളില്ലാതെ നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. കാരണം അവര് താഴേക്കിടയിലുള്ള പ്രവർത്തകരെയും മറ്റും നിലനിർത്തുന്ന പിടിച്ചമർത്തുന്നത് ഇതുവഴിയാണ്. കൊട്ടേഷനാണ് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത്. ഏറ്റവും ശാസ്ത്രീയമായി കൊട്ടേഷൻ നടത്താൻ കഴിയുന്നയാൾ ഏറ്റവും ടോപ്പിലെത്തുന്നു. അയാളുടെ മുമ്പിൽ ബാക്കിയുള്ളവർ ഒച്ചാനിച്ച് നിൽക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ശൈലി വന്നാൽ ഇത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും കണ്ടുപിടിക്കുക. നേരെ ചെവേ പോയാൽ ഒരു കാര്യം നടക്കില്ല, വഴിവിട്ട മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ എന്നുള്ളൊരു തെറ്റായ മാതൃക സൃഷ്ടിക്കുകയാണ് ഇവർ. തീർച്ചയായിട്ടും അത് എന്ത് വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത് അറിയാം. ഞാൻ ഇടയ്ക്ക് ഒരു അതിർതർക്കം വന്നു. ഞങ്ങളുടെ ഒരു വൈഫിൻ്റെ ഒരു ബ്രദറും ഞങ്ങളും തമ്മിലുള്ള ഒരു അതിർതർക്കം വന്ന് ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരാളെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അയാൾ പറയുന്നത് അറിയാമോ? സാർ ഒരു കാര്യം ചെയ്യണം, എനിക്കൊരു പേപ്പർ എഴുതി തരണം, ഇയാളുടെ അനധികൃത വസ്തു നിലനിൽപ്പുണ്ട്, കയ്യേറ്റ ഭൂമി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതാൻ. ഇച്ചിരി കൂടുതൽ സ്ഥലമുള്ള ആളാണ്. ഞാൻ പറഞ്ഞു അതെന്തിനാണ്? അതാണ് ഏറ്റവും എളുപ്പമാർഗം. അപ്പം ഞാൻ പറഞ്ഞു അതല്ല, നിങ്ങൾ അയാളുമായിട്ട് സംസാരിച്ചൊരു ഇല്ല, അത് ചെയ്താൽ ശരിയാവില്ല സാർ, ഇത് തന്നെ ചെയ്യണം, ഇങ്ങനെ എഴുതി തരാനാണ്. അപ്പം അയാളുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അയാളെ പോയി ഹരാസ് ചെയ്യുക, എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങുക, എന്നിട്ട് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി വഴിയുടെ ഈ അതിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി എൻ്റെ നിന്നും വേണമെങ്കിൽ കുറച്ച് പൈസ വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നേരെ ചൊവ്വേ രണ്ടുപേരുമായിട്ട് സംസാരിക്കുക, ഞാൻ സ്കെച്ചും കാര്യങ്ങളും കൊണ്ടുവരാം. അത് പറ്റില്ല. പക്ഷേ അയാൾ പിരിഞ്ഞു പോയി. അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നു. മറ്റേയാളായിട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് ഒരുപാട് സമയം വന്നു. അവർക്ക് കോടതി വരെ പോകേണ്ടി വന്നു. എന്തായാലും അനുകൂലമായിട്ട് എനിക്ക് വിധി കിട്ടി. പക്ഷേ അതിനൊരു ഗുണമുണ്ടായി, എനിക്ക് അയാളുടെ മുഖത്ത് നോക്കാൻ ഇപ്പോഴും പറ്റും. അയാൾ എന്നെ കണ്ടാൽ ചിരിക്കും, എനിക്ക് അയാളെ കണ്ടാലും ചിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഞാൻ തിരിച്ച് ഒരു കള്ളക്കേസാണ് കൊടുത്തത്, അയാളെ അനധികൃതമായിട്ട് ഭൂമി ഉണ്ടെന്നും പറഞ്ഞ് വേറെ വല്ലതുമൊക്കെ അടിച്ചുകൊണ്ട് പോവുകയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു വ്യക്തിബന്ധം, ഒരു കുടുംബ ബന്ധം ശിഥിലമായി പോയേനെ. അതെ, ഇതുപോലത്തെ കുതന്ത്രങ്ങളാണ് രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ കാണിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് യുവജന സംഘടനകളിൽ നിന്നും മുകളിലേക്ക് പോകാൻ തോന്നുന്നു. അതെ, യുവജന സംഘടനകളുടെ പ്രവർത്തനം തെറ്റായ മാതൃകയായിരുന്നു കഴിഞ്ഞ കുറേയേറെ നാളുകളായി എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? കാരണം ഇവരാണ് ഈ കുട്ടികൾ ഏറ്റവും ആദ്യം കാണുന്നത്, യുവാക്കൾ എല്ലാം. അതായത്
ഒരു കോളേജിൽ ചെല്ലുമ്പോഴേ അവിടെ ചോരയുടെ പടമുള്ള ചിത്രങ്ങളും പിന്നെ അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് കുട്ടികളെ ആകർഷിക്കുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അല്ലാതെ കുട്ടികൾക്ക് ഉത്തേജനം വരുന്ന മറ്റൊരു കാര്യമല്ല പറയുന്നത്. എല്ലാത്തിനും തകർക്കാനും നശിപ്പിക്കാനും ഉള്ള രീതിയിലുള്ള പോസ്റ്റേഴ്സുകൾ. പിന്നെ സദാചാരം ഈ ക്യാമ്പസിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ സംഘടനയുടെ പേര് താഴെ എഴുതി വയ്ക്കുകയാണ്. അതെ. എന്തൊരു വിചിത്രമാണെന്ന് നോക്ക്. ഞാൻ ട്രെയിനിൽ പോയപ്പോൾ എസ് എൻ കോളേജിൻ്റെ അവിടെ കണ്ടതാണ്. പിന്നെ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു കൊല്ലത്ത്. സദാചാരം ഈ ക്യാമ്പസിൽ വേണ്ട എന്ന്. അതിലാണ് ഒരു മുദ്രാവാക്യം തുടങ്ങുന്നത് ഒരു യുവജന സംഘടനയുടെ. എന്നിട്ട് ഇവർ ചെയ്യുന്നത് മുഴുവൻ സദാചാരത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അധ്യാപിക ഒരിക്കൽ പറയുന്നത് ഞാൻ കേട്ടതാണ്, ഒരു പ്രിൻസിപ്പളായിരുന്ന ആൾ എന്നോട് കുട്ടികൾ പറയുകയാണ്, എങ്ങനെയാണ് അനാശാസ്യ പ്രവർത്തനം നടത്തേണ്ടതെന്നുണ്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ ആ താഴത്തെ മുറി ടീച്ചർക്ക് ഞങ്ങൾ കാണിച്ചു തരാമെന്ന്. ഇതൊരു ടീച്ചറാണ് പറഞ്ഞത്. ഇത് ആ വീഡിയോ ഇവിടെ, പിന്നെ വോയിസ് ഇവിടെ എല്ലാം വൈറലായിട്ട് നടന്നതാണ്. അപ്പം ഈ വിധത്തിലേക്ക് മാറിയിട്ടും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനോ വിദ്യാഭ്യാസ മന്ത്രിക്കോ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റ് ഉന്നത തലത്തിലുള്ളവർക്കോ യാതൊന്നുമില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയും പോലീസും ഒന്നും തന്നെ ഇത് അനങ്ങുന്നില്ല എന്നുള്ളതാണ്. അവരിതിനെ വളർത്തുകയാണ്. എന്നാൽ അവരുടെ മക്കളെല്ലാം സുരക്ഷിതമായി പിന്നെ നല്ല കോളേജിലും ഒക്കെ ഡൽഹിയിലോ അല്ലെങ്കിൽ മദ്രാസിലോ എങ്കിലും മിനിമം, അല്ലെങ്കിൽ യൂറോപ്പിലുള്ളിടത്ത്. പിന്നെ ഇവിടെയാണെങ്കിൽ തന്നെ മാനേജ്മെൻറ്റ് യാതൊരുവിധ, അതായത് നഴ്സറി പോലെ പ്രവർത്തിക്കുന്ന എല്ലാ മാനേജ്മെൻറ്റ് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. അവിടെയാണ് അവർ കുട്ടികളെ നയിക്കുന്നത്. അതായത് മറ്റൊന്ന്, ഈ സംഘടനയുടെ ഭാഗമായി കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, ഇമ്മ്യൂണിറ്റി ഉണ്ടാകും, പല അക്രമങ്ങളിലും നടപടി നേരിടാതെ രക്ഷപ്പെടാൻ സാധിക്കും. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ, റാഗിങ് ചെയ്ത് കൊന്നാലും നടപടിയില്ല. അതായത് അത് പിന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നയമാണ്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റ് പാർട്ടിയുടെ ആളാണ് ചെയ്യുന്നതെങ്കിൽ ശരിയാണ്. അതിന് പാർട്ടിയുടെ പോലീസും പാർട്ടിയുടെ കോടതിയും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ. നല്ല ഒരുപാട് പ്രവർത്തകർ ആ പാർട്ടിയിൽ വന്ന് മാറിപ്പോയത് എനിക്കറിയാം. അവരുടെ സ്വഭാവമേ മാറിപ്പോയത് അറിയാം. എനിക്ക് തുറന്നു പറയുന്നതിന് മടിയില്ല. തിരുവനന്തപുരം മേയറായിരുന്ന വി കെ പ്രശാന്ത്, 23 വയസ്സുള്ളപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ അറിയാവുന്നതാണ്. ആ പ്രശാന്തിന് 23 വയസ്സുള്ളത്. എന്ത് വലിയ മാറ്റമാണ് ഇപ്പോൾ അയാൾക്ക് വന്നിരിക്കുന്നത് ആലോചിക്കുമ്പോൾ ഞാൻ അന്തം വിട്ടു പോവുകയാണ്. ആ അത്രയ്ക്ക് സ്വഭാവശുദ്ധിയുള്ളൊരു നേതാവ് മേയറായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു വി രാജേഷിനേക്കാൾ എല്ലാ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ ഇഷ്ടമുള്ളൊരു മേയറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഈ രാഷ്ട്രീയത്തിൻ്റെ തീച്ചുള്ളിലേക്ക് വന്നപ്പോൾ പ്രശാന്ത് ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് പറയാൻ അദ്ദേഹം നിഷേധിക്കുമായിരിക്കും. പക്ഷെ എനിക്കറിയാം, വളരെ അടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് നല്ലപോലെ അറിയാം പ്രശാന്തിൽ വലിയ മാറ്റം വന്നു. ഞാൻ മാത്രമല്ല, വട്ടിയൂർക്കാവിലെ നിരവധി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നോട് പറഞ്ഞു. അല്ല, ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ കുട്ടികൾ കാണുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ ഈവൻ ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എതിർസ്വരമുയർത്തി, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തു. അതും വളരെ ക്രൂരമായി, നിഷ്ഠുരമായി. ആ കേസിൽ കൊട്ടേഷനാണ് കേരളം മുഴുവൻ ഈ കൊട്ടേഷൻ എന്നുള്ള ഒരു ടെൻഡൻസി തന്നെ ഉണ്ടാക്കിയത്. അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പിന്നെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയതാണ്. അതായത് കൊട്ടേഷൻ കൊടുക്കുന്ന ആളിന് മാന്യത വരുന്ന അവസ്ഥ. കൊട്ടേഷൻ കൊടുത്താലേ ആളുകൾ ബഹുമാനിക്കുകയുള്ളൂ, പഞ്ചഭുജം മുടക്കി തനിക്ക് മുമ്പിൽ നിൽക്കുകയുള്ളൂ എന്ന് വരുന്ന ഒരവസ്ഥ. അത് സൃഷ്ടിച്ചത് ടി പി ചന്ദ്രശേഖരൻ്റെ ആ കൊട്ടേഷൻ കൊലപാതകത്തോടു കൂടിയാണ്. എന്നിട്ട് അത് ഒരു വർഗീയ വിഷയമാക്കി മാറ്റാൻ അതിൻ്റെ മേലിൽ ലേബൽ എഴുതി ഒട്ടിക്കുക. ഈ വിധത്തിലേക്ക് വരുന്നത് അതാണ് മാഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ലേബൽ ഒട്ടിച്ച് വയ്ക്കുന്ന അല്ലേ. അപ്പോൾ അത് പോലുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് നമ്മുടെ രാജ്യത്തെ വഴിതിരിച്ചു വിടുക. എന്നിട്ട് അതിൽ നിന്ന് ഈ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ 13 വയസ്സുകാരി കരുവറ്റയിൽ ചെയ്തത് അതാണ്. പ്രധാന വിഷയത്തിൽ നിന്നും വഴിമാറ്റാനായിട്ട് വേറെ കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ അപ്പൂപ്പൻ ശാരീരിക പീഡനം വരെ നടത്തിയെന്ന് സംശയം തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ആ കുട്ടി പറയുകയാണ്. അപ്പം അതിൽ കഥയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി അറിയേണ്ടിയിരിക്കുന്നു. അത് വേറൊരു മുൻവിധിയാണോ അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടലാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നു. അത് ഒന്നിനെ മൂടാനായിട്ട് വേറെ 10 ക്രിമിനൽ കള്ളങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ കൊണ്ടുവന്ന് അടയ്ക്കാൻ ശ്രമിക്കും. ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വന്നതാണ്. അതാണ് ഈ ഗുണ്ടായിസം. 1. 2 സാമ്പത്തിക തട്ടിപ്പുകൾ. ഇതും കുട്ടികൾ കാണുകയാണ്. ഈ തീർച്ചയായിട്ടും കോടികളുടെ തട്ടിപ്പാണ് പലരും നടത്തുന്നത്. ഇത് വിചിത്രമായ രീതിയിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടന്നതെന്ന് അത് നടത്തുന്നത് മാത്രമല്ല, അത് നടത്തുന്നവരെ സംരക്ഷിക്കുക. സർക്കാർ സംരക്ഷിക്കുന്നു, പോലീസ് സംരക്ഷിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ സംരക്ഷിക്കുന്നു, അവസാനം വക്കീലന്മാർ സംരക്ഷിച്ച് അവരെ കേസിൽ നിന്ന് പതുക്കെ ഊരിക്കൊണ്ടുവരുന്നു അല്ലേ.
ഇപ്പം ടി പി ചന്ദ്രശേഖരൻ മതത്തിൽ വളരെ പ്രധാനിയായിരുന്ന പിന്നെ ഒരാൾ അതിൽ നിന്ന് ഈസി ആയിട്ട് ഊരി. അദ്ദേഹം ഇന്ന് MLA ആണ്. പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച MLA ആണ് കണ്ണൂരിൽ നിന്ന്. പുതിയ സർക്കാർ വന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തിയത് വളരെ വിചിത്രമായ മറ്റൊരു കാര്യം, ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചു റോഡ് നവീകരണത്തിനായി. മിലിന്ദ് സോമൻ എന്ന മോഡൽ നടൻ അദ്ദേഹം പങ്കെടുത്ത ഒരു സംഭവം. അതിനുവേണ്ടി 90 ലക്ഷം രൂപയാണ് അടിച്ചു മാറ്റിയത് എന്നുള്ള തരത്തിലുള്ള വാർത്തയും വന്നിരിക്കുകയാണ്. ഈ പണം അതിന് ചെലവായത് 90 ലക്ഷം രൂപയാണെന്നാണ് പറയുന്നത്. പക്ഷേ മിലിന്ദ് സോമൻ 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ഇതാണ് വാർത്തയുടെ ഉള്ളടക്കം. എന്തായാലും ആ വാർത്തയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വാർത്ത വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളുടെ പ്രളയമാണ്. കേരളത്തിൽ തന്നെ ക്ഷണിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ഒരു മെസ്സി അവിടെ ഇരിപ്പുണ്ട്. മെസ്സിയുടെ പേരിൽ ഇവിടെ കോടികൾ, അതെ, മെസ്സി വരും, ഇപ്പൊ വരും എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ തട്ടിച്ച സംഭവം ഉണ്ടായിരിക്കുകയാണ്. അതിനിപ്പം CBI മറ്റേ അന്വേഷിക്കണമെന്ന് അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. വിചിത്രമാണ്. സ്പോർട്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്പോർട്സിന് ഒക്കെ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ വകുപ്പായാണ് കേരളം പണ്ട് മുതൽ കണ്ടുകൊണ്ട് വരുന്നത്. കഴിഞ്ഞ 10 വർഷം സ്പോർട്സ് മേഖലയിലും വലിയ തട്ടിപ്പാണ് നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. തട്ടിപ്പ്, സ്വജനപക്ഷപാതം എല്ലാം നടക്കില്ലേ? ഹോസ്റ്റൽ നടത്തിപ്പിപ്പിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചു, വലിയ അപാകതകൾ സംഭവിച്ചു. കുട്ടികൾക്ക് നേരെ ചൊവ്വേ ഭക്ഷണം കൊടുത്തില്ല. സ്പോർട്സ് മത്സരിക്കാൻ വേണ്ടി കായിക താരങ്ങളെ വാർത്തെടുക്കുന്ന ഹോസ്റ്റലുകളാണ്. അവിടുത്തെ പരിശീലകർക്ക് ഭക്ഷണമാണ്. അതെ, അവർ മത്സരത്തിന് പങ്കെടുക്കാൻ പോയത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ പോയത് റിസർവേഷൻ ഇല്ലാതെ സാധാ കമ്പാർട്ട്മെന്റിൽ നിന്നും ഇരുന്നും ഒക്കെയാണ് ഉറങ്ങിയാണ് പോയത്. ഒന്ന് ആലോചിച്ച് അല്ല, ഇത് ഇത്തരത്തിലുള്ള വലിയ വീഴ്ചകൾ അവിടെ സംഭവിക്കുന്നു. ഈ കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള കിറ്റുകൾ പോലും കൊടുത്തില്ല. ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് വലിയ രീതിയിൽ കിറ്റുകൾ വാങ്ങിക്കൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് കൊട്ടേഷൻ കൊടുക്കും, കാരണം ഇതിന്റെ കമ്മീഷൻ ഉണ്ട്. അപ്പൊ എത്രയും അധികം കിറ്റുകൾ വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ കരമന കിളിയാർ ഒരു സംരക്ഷണ സമിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റെസിഡൻസുകാരെ എല്ലാം വിളിച്ചിരുന്നു, ഫെഡറേഷൻ്റെ ഒരു അസോസിയേഷനുകാരെ എല്ലാം വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ വന്ന ഒരു നേതാവ് പറയുന്നത് എല്ലാവർക്കും കയ്യുറ ഉറപ്പാക്കണം. ഇത്രയും പേര് വരുമോ എന്നല്ല, 5000 കയ്യുറ വേണം. കാരണം ഇയാളൊരു കൊട്ടേഷൻ കൊടുത്ത് വെച്ചിരിക്കുക ഒരുത്തിന് 5000 കയ്യുറ കയ്യുറ. കാരണം വളരെ മലിനമായ ജലമാണ്. ആ ജലത്തിൽ കൈയിടുന്ന മനുഷ്യർക്കൊന്നും വരരുത്. അപ്പം 5000 പേര് വരുമോ നേതാവേയും ചോദിച്ചിട്ട് അനക്കമില്ല. 5000 കയ്യുറ ആദ്യം വാങ്ങിച്ചിരിക്കണം. കാരണം വരുന്ന ഒരുത്തിനും കയ്യുറ ഇല്ലായിരിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ പോളിസി. അതെ, എന്നിട്ട് കയ്യുറ വിതരണം ചെയ്തെന്ന് വെച്ചാൽ അത് വേറെ കഥയാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് സംഭവിച്ച മൂല്യച്യുതി നമ്മുടെ സമൂഹത്തെ വല്ലാതെ ബാധിച്ചു എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഇടതുപക്ഷം എന്ന് പറയുന്നത് അതിനൊരു ചൊല്ലുണ്ട്, കേരള ഈസ് ഗ്രീൻ ബിക്കോസ് കേരള ഈസ് റെഡ്. പണ്ട് മുതലേ പറയുന്ന ഒരു ചൊല്ലാണ്. എന്നുവെച്ചാൽ ഹരിതാപമായ കേരളം ഇങ്ങനെ നിലനിൽക്കുന്നത് ഇവിടെ ചെങ്കൊടി ഉള്ളത് കൊണ്ടെന്നാണ്. ഇപ്പം നേരെ തിരിച്ചാണ്, കേരള ഈസ് ബാൾഡ് ബിക്കോസ് കേരള ഈസ് റെഡ്. മൊട്ടക്കുന്നുകളായി മാറിയിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ആക്രമിച്ച് കയ്യേറി പിന്നെ ക്വാറികൾ നടത്തുന്നു, മരം വെട്ടുന്നു, പിന്നെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ മണ്ണിടിയുന്നു, നീരുറവ വറ്റുന്ന വിധത്തിലുള്ള പിന്നെ പ്രവർത്തനങ്ങൾ മലയുടെ മുകളിൽ തന്നെ നടത്തുന്നു. ഇങ്ങനെ നമ്മൾ കേരളത്തിനെ ഒരു വരണ്ട ഭൂമിയാക്കി മാറ്റുക, മഴ പെയ്താൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മുടെ ആളുകൾ ഒലിച്ചു പോകുന്ന വിധത്തിൽ, വീടോടെ ഒലിച്ചു പോകുന്ന വിധത്തിലാക്കി തീർക്കുക. ഇങ്ങനെ ഒരു കേരളത്തെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് കഴിഞ്ഞ 10 വർഷം, അതിനു മുമ്പ് 5 വർഷവും ഒക്കെ നിന്ന പിന്നെ സർക്കാരിന് ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ഈ ഒരു 15 വർഷമായിട്ട്, കഴിഞ്ഞൊരു 15 വർഷമായിട്ട് കേരളത്തിൽ വലിയ തോതിൽ സാമൂഹികമായും പാരിസ്ഥിതികമായും ദോഷം വരുന്ന നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ സോഷ്യൽ ലൈഫിലും വന്നിരിക്കുന്നത്. പണം ഉണ്ടാക്കാനുള്ള മാർഗം കണ്ടുപിടിച്ചാൽ മതി, അതിന്റെ ഒരു പങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സംരക്ഷിക്കുവാൻ രാഷ്ട്രീയ നേതാക്കളുണ്ട്. അങ്ങനെ ഒരു തെറ്റായ സന്ദേശം കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ചു, അല്ലേ? തീർച്ചയായും സത്യമായി എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇത് കണ്ട് വളരുന്ന മറ്റുള്ളവർ അതിലേക്ക് തന്നെ വരും. തീർച്ചയായിട്ടും അവർക്ക് ആർഭാടമായി ജീവിക്കണം. അവർക്ക് ഇതൊക്കെ സോഷ്യൽ മീഡിയ നിന്ന് ഭംഗിയായിട്ട് കിട്ടും. പിന്നെ കോളേജിൽ പോകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായിട്ടാണ് അധ്യാപകർ പലരും നിൽക്കേണ്ടി വരുന്നത്. അവിടെ യൂണിയൻ ഉണ്ടല്ലോ. അവിടെയും യൂണിയൻ വന്നിട്ട്
നല്ല അധ്യാപകരെയും ചീത്ത അധ്യാപകരെയും തിരിക്കുന്ന വിധത്തിൽ വന്നിരിക്കുകയാണ്. ചീത്ത അധ്യാപകരാണ് പലപ്പോഴും നന്നായിട്ട് പ്രവർത്തിക്കുന്നവർ, മനസ്സിലായോ? അവരെ ചീത്തയായിട്ട് മുദ്രകുത്തി സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുന്നവരാക്കി ചിത്രീകരിച്ച് ചെറിയ കാര്യങ്ങളെ പെരുപ്പിച്ച് അവരെ ഒറ്റപ്പെടുത്തും. അപ്പോൾ അവർ പേടിച്ചു പോകും. അവരും ഇതിനകത്തൊരു കാർഡും എടുത്ത് മിണ്ടാതിരിക്കും. എനിക്ക് അതിശയം തോന്നിയത് ഈ PSCയുടെ മുന്നിലെ സമരപന്തലിലേക്ക് ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷം അതെ. ഈ PSC എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തെ ഇത്രയേറെ കൊള്ളയടിച്ച, ഇത്രയേറെ വഴിവിട്ട മാർഗത്തിലൂടെ സഞ്ചരിപ്പിച്ച അതെ. ഒരു പ്രസ്ഥാനം മറ്റൊന്നില്ല ഇല്ല, എന്നുള്ളത് ഞാൻ വേറെ അതിനേക്കാൾ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ 40 വർഷത്തോളം ഏതാണ്ട് ഇടതുപക്ഷം ഭരിച്ചതാണ് തിരുവനന്തപുരം നഗരസഭ. ഇന്നലെ അവിടെ കയ്യാങ്കളിയും ബഹളവും എല്ലാം നടന്നു. അപ്പോൾ 21-ാം തീയതി കൗൺസിലർമാരും ജീവനക്കാരും ചേർന്നുള്ള ഒരു ഓണാഘോഷമുണ്ട്. ആ ഓണാഘോഷത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ആരും പങ്കെടുക്കില്ല. കാരണം എന്തെന്നറിയാമോ? 3 കാരണങ്ങളായിരുന്നു. കുടിവെള്ള പ്രശ്നം പരിഹരിച്ചില്ല, മാലിന്യ പ്രശ്നം പരിഹരിച്ചില്ല, തെരുവുനായ പ്രശ്നം പരിഹരിച്ചില്ല. 40 വർഷം ഭരിച്ച ഇവർ ചെയ്യാത്തത് 40 ദിവസം കൊണ്ട് VV രാജേഷ് ചെയ്തോണം, അല്ലെങ്കിൽ BJP ചെയ്തോണം, ഇല്ലെങ്കിൽ ഞങ്ങൾ അല്ല, സഹകരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ VV രാജേഷ് കുറേയേറെ കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിനെ മറച്ചു വെക്കാനാണ് ഇത് പറയുന്നത്, മനസ്സിലായില്ലേ? അതിനെ മറച്ചു. പക്ഷെ ഇവര് തലമറന്ന് എണ്ണ നയിക്കുകയോ അല്ലെങ്കിൽ സ്വയം കുഴി തോണ്ടുകയാണ് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മാറണം. നമ്മൾ ഒന്നടങ്കമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് നാശത്തിലേക്കായിരിക്കും പോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷം ഇപ്പോൾ നേതൃത്വം നൽകുന്നവരെല്ലാം തന്നെ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ പൂർവികർ നേടിയെടുത്ത മഹത്തായ നേട്ടങ്ങൾ, അവർ കൊണ്ടുവന്ന വലിയ പരിഷ്കാരങ്ങൾ, അവരുടെ ഇമ്പാക്റ്റിലൂടെ നാടിനെ നേർവഴിക്ക് നയിച്ച ആ ചരിത്രം, അതിന് കളങ്കം വരുത്തുന്ന രീതിയിലാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കട്ടുമുടിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുക, ഗുണ്ടകൾക്ക് വളർച്ച നൽകുക, അതുപോലെ തന്നെ എവിടെയും ഏത് തരത്തിലും ക്രമക്കേട് നടത്തുക, PSCയെ പോലും നശിപ്പിച്ച് നാറാണക്കല്ല് തോണ്ടിക്കുക. ഇതൊക്കെ നിങ്ങൾ സമൂഹത്തിന് നൽകിയ ഏറ്റവും തെറ്റായ സന്ദേശമാണ്. ഇത് ഇവിടുത്തെ മാത്രം ചർച്ചയല്ല. നിങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുക, നാട് എന്താണ് ഇപ്പോൾ സംസാരിക്കുന്നത്, മുതിർന്നവർ എന്താണ് ഇപ്പോൾ പറയുന്നത് എന്ന് കാത് കൂർപ്പിച്ച് കേൾക്കുക, അവരെ അടിച്ചമർത്താതെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്നത് അതാണ്, നിങ്ങൾ ചെയ്തതും അത് തന്നെയാണ്. അവിടെയാണ് നിങ്ങൾക്ക് പിഴവ് സംഭവിച്ചത്. തിരുത്താൻ വരുന്നവരുടെ നാവടപ്പിക്കുന്നതിന് വേണ്ടി അക്രമത്തിൻ്റെ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു. അത് നിങ്ങളുടെ തന്നെ നാശത്തിലേക്കാണ് കൊണ്ട് എത്തിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ നാശം അത് നമ്മുടെ നാടിൻ്റെ നാശത്തിലേക്ക് നയിച്ചു എന്ന് നിരീക്ഷകർ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം നാട് തെറ്റായ രീതിയിൽ അടിച്ചമർത്തലിൻ്റെയും മറ്റും പാതയിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഉദയം കൊണ്ട ഇടതുപക്ഷം നാടിനെ നേർവഴിക്ക് നയിച്ചിരുന്നു. ഒരു നല്ല ഭൂതകാലം അത്തരത്തിൽ നമുക്കുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നിങ്ങൾ വഴിതെറ്റിപ്പോയത്. അത്യാർത്തിയുടെ, അഹങ്കാരത്തിൻ്റെ, ഗുണ്ടായുസത്തിൻ്റെ പാതയിലേക്ക് നിങ്ങൾ പോയി. അത് തന്നെയാണ് നിങ്ങളുടെ വലിയ പതനത്തിന് കാരണമായത്. എന്തായാലും ഇനിയെങ്കിലും നിങ്ങൾ മാറി ചിന്തിക്കുക, അത് നിങ്ങളുടെ കാര്യം. പക്ഷേ സമൂഹം ഇനി സ്വയം തിരുത്തപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തി നിൽക്കുകയാണ്. കേരളം കാണിച്ച തെറ്റായ മാതൃക കഴിഞ്ഞ 10-15 വർഷമായി അത് കൊച്ചുകുട്ടികൾ കണ്ടവരുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നു എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും തള്ളിക്കളയേണ്ടതല്ല, ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അതിൽ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതാണ്, കൂടുതൽ റിസർച്ച് നടക്കേണ്ടതാണ്. എന്താണ് പരിഹാരമെന്ന ആഴത്തിൽ ചിന്തിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ് എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.